നമ്മുടെ ക്യാബിനിൽ CCTV ഉണ്ടല്ലോ, അതിന്റെ ഫുട്ടേജ് എടുക്ക്. ഇതാരോ ചെയ്തെന്ന് എനിക്ക് അറിയണം. ശരി ബോസ്. ബോസ് ഇതാ ബോസ്. വിളിക്കണോ അവളെ? ഓം ശിവം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കാളീ കാളീ മഹാകാളീ ഭദ്രകാളീ നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം മൂലദോ ബ്രഹ്മദേവായ മധ്യതോ വിഷ്ണുദേവായ ഓം മൂലദോ ബ്രഹ്മദേവായ മധ്യതോ വിഷ്ണുഗണേ അഗ്രതോ നമോ നമഃ. മഹാഗണപതയേ നമഃ. പെൺകുട്ടിയെ വിളിച്ചോളൂ. നീ ഇവിടെ തന്നെ നിൽക്കുവാണോ? അവളെ വിളിക്കുപോയി. ശാരികേച്ചി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞമ്മേ. നിങ്ങൾ നന്നായിട്ടിരിക്കണം വിക്കി. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കൂട്ടത്തിൽ എന്റെ അവസ്ഥയും നിങ്ങൾക്കറിയാലോ. ശാരിക നിങ്ങളെ നന്നായിട്ട് നോക്കും. എല്ലാരും പറയുന്നത് സത്യം. എന്തെന്നാല് എപ്പോഴും ഞങ്ങൾ ആണുങ്ങളാണ് പെടുന്നത്. എന്റെ കയ്യിലാണെങ്കില് ആരതി എന്ന പേരിടാനൊരു നായ്ക്കുട്ടി മാത്രം ഇല്ലാന്നുള്ളൂ. കറക്റ്റ് അർജുൻ റെഡ്ഡിയുടെ കഥ പോലെയല്ലേ? ഇപ്പോഴാണെങ്കിൽ ആരതിയുടെ എൻഗേജ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആരതി, നീ നന്നായിട്ടിരിക്കണം. എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കണം. സന്തോഷമായിട്ട് ജീവിക്കണം. എപ്പോഴും സന്തോഷത്തോടെ. എന്തോ നഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഇരിക്കല്ലേ. ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ എൻഗേജ്മെന്റാ. നീ ആക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതാ റിയാലിറ്റി. താഴെ ഇരിക്കുന്ന ഗൗതമാ നിന്റെ വരൻ. ഇവനെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത് സന്തോഷിക്കും. അല്ല, നീ ആരാന്നാ നിന്റെ വിചാരം? ഓഫീസിൽ ജോലി ചെയ്യുന്നത് കുട്ടിക്കളിയായിട്ടാണോ നീ കാണുന്നേ? വേദാന്ത്, എന്താ ഇപ്പൊ സംഭവിച്ചേ? എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാനുള്ള കാരണക്കാരി ഇവിടെ ഒറ്റ ഒരുത്തിയാ. ഇവളോട് ചോദിച്ചു നോക്ക് സിദ്ധാർത്ഥ്. എനിക്കിനി ഒന്നും അറിയണ്ട. നൗ ഷീ ഹാസ് ടു ഹാൻഡിൽ എവരിതിങ്. 100 വട്ടം ഞാൻ പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ ജോലിക്ക് എടുത്താൽ ശരിയാവില്ലെന്ന്. ഓക്കെ, ആദ്യം എന്തുണ്ടായെന്ന് പറയ. കാം ഡൗൺ വേദാന്ത്, കാം ഡൗൺ. എന്താ ഉണ്ടായെന്ന് ഇവളോട് ചോദിക്കേ. ഇവൾ ഒപ്പിച്ചത് എന്താണെന്നറിയോ? പറയടി, നീ എന്തിനാ ഇതൊക്കെ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? എന്താന്നോ? ലിസൺ, ഞാൻ പെണ്ണുങ്ങളെ അടിക്കില്ല. നീ എന്തിനാ ഇത് ചെയ്തത്? പറയടി. എന്നെ
ഈ ജോലിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നിങ്ങൾ മീറ്റിംഗ് പ്രീപോണ്ട് ചെയ്തത് ചതിയല്ലേ? ഞാനെന്താ എവിടെയെങ്കിലും പോകാനായിട്ടാണോ ലീവ് ചോദിച്ചത്? എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്തതും ചതിയല്ലേ? ഇനിയൊരു ദശാബ്ദം കഴിഞ്ഞ് ഈ ലോകം ഇനി എത്രയൊക്കെ മാറിയാലും ഞങ്ങൾ ആണുങ്ങളുടെ വേദനയ്ക്കൊരു സൊല്യൂഷൻ ഇനി കണ്ടുപിടിക്കില്ല. ഈ സ്നേഹം, പ്രേമം, സുഖം, സന്തോഷം ഇതൊന്നും പ്രണയിക്കുന്ന ആൺകുട്ടികൾക്ക് വിധിച്ചിട്ടുള്ളതല്ല. ഈ നാടും നഗരവും കാടും ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ സമാധാനം കിട്ടുന്നില്ല. എന്തായാലും ദൂരെ ദൂരെ പോണം എനിക്ക്. അവിടെയെങ്കിലും സമാധാനം കിട്ടുമായിരിക്കും. എന്നെ പോലെ പ്രണയത്തിൽ തോറ്റ നിരാശ കാമുകന്മാരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അയ്യോ എന്തിനാ, നമ്മളൊക്കെ ഒരു ഫാമിലി അല്ലേ? സോറി. മലർവനം അരികിലത് മിഴികളിലടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും. ധൈര്യമായിട്ടിരിക്കരുതി. ചാരിക പറഞ്ഞതുപോലെ ഇതാണ് വാസ്തവം, ഇതാണ് നിന്റെ ജീവിതം. എത്രയും പെട്ടെന്ന് നീ ആ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. You know what? I am done with this. നിന്നെ ഇപ്പൊ ഈ നിമിഷം തന്നെ അവളെ എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി ചേട്ടാ. ഈ ലോകത്ത് തന്നെ ഉള്ള ആളുകളൊക്കെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്ന വെച്ച് ജീവിക്കുന്ന ഏട്ടാ. എനിക്കാണെങ്കിൽ അവളില്ലാതെ പറ്റുന്നില്ല ഏട്ടാ. എന്ന് വെച്ച് അവളുടെ ഒരു ഫ്രണ്ടായിട്ട് ജീവിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഇങ്ങനെ ജീവിക്കണമെന്ന് എല്ലാരും പറഞ്ഞാലേ ഞാൻ ഈ ലോകം തന്നെ വിട്ടുപോകും. ഞാൻ വിഷം കുടിച്ചു ഏട്ടാ, ഞാൻ വിഷം കുടിച്ചു. ഞാനില്ലാന്ന് പറഞ്ഞ് നീയോ അമ്മയോ ഒരിക്കലും വിഷമിക്കരുത്. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ വീണ്ടും ഇങ്ങനെ ജീവിക്കുന്നതിലൊരു അർത്ഥമില്ല. ഞാൻ മരിച്ചതിന്റെ പേരിൽ അവളുടെ വീട്ടുകാരും ഒരിക്കലും വിഷമിക്കാൻ പാടില്ല ഏട്ടാ. ഏട്ടാ, ഇതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. വേദം, എന്താണ് പറ്റിയത്? എന്താണ് ഉണ്ടായത്?
വേദാന്ത് സംസാരിക്കും. ഈസ് എവരിത്തിങ് ഓക്കെ? ബോസ് പറയ്. വേദാന്ത്, ചേട്ടാ, എന്തിനാ നീ ഇത് കണ്ട് തല ചൂടാക്കുന്നത്? ചെറിയ കാര്യങ്ങൾക്ക് പോലും മല വന്ന് തലയിൽ വീണതുപോലെ തോന്നും. ഇതും അങ്ങനെ എന്തോ ഒന്നാണ്. അവൻ പോയി സ്പീഡ് കണ്ടിട്ട് ഇനി അവൻ തിരിച്ചു വരത്തേയില്ലെന്ന് തോന്നും. വാ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയി. വീട്ടിലെല്ലാരും തിരക്കുന്നുണ്ടാവും. അതും കറക്റ്റ് ആണ്. എന്നാലും ശരി, നടക്ക. പിന്നീട് നമുക്ക് അന്വേഷിക്കാം. ശുക്ലാംബരധരം ശശിവർണം ചതുർഭുജം. പൂജയെല്ലാം അവസാനിച്ചു. ഇനി താമ്പൂലം കൈമാറേണ്ട സമയമായി. ഒരു നിമിഷം നിക്കണേ പൂജാരി, എന്റെ ഒരു മകൾ കൂടി വരാനുണ്ട്. നിങ്ങൾക്കൊന്നും തോന്നരുത്. ആരൊക്കെ വന്നാലും പോയാലും സമയം നമുക്ക് വേണ്ടി നിൽക്കില്ലല്ലോ. നമ്മുടെ ആചാരപ്രകാരം താലം കൈമാറിയലുടനെ അവർക്ക് വസ്ത്രം മാറ്റണമല്ലോ. അതിന് ലേറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ പറഞ്ഞതിന്റെ പേരില്ല ഞാൻ അവളെ വിട്ടത്. ഇന്ന് തന്നെ അവക്ക് പോകണമായിരുന്നോ? അവൾ ഇതുവരെ വന്നിട്ടില്ല. ഒട്ടും ഒരു ടൈം സെൻസ് പോലും ഇല്ല. ഒന്നും മിണ്ടാതിരിക്കുക. നോക്കി, അവളിങ്ങെത്തി. സരസ്വതൈ നമഃ. ഓം സരസ്വതൈ നമഃ. ഭദ്രകാളൈ നമഃ. ഇനി ആരെയും കാത്തു നിൽക്കാനില്ല. താമ്പൂലം കൈമാറാം. ശിവം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം. താമ്പൂലം കൈമാറുന്നതിന് വേണ്ടി എഴുന്നേറ്റോളൂ. ഓം ശിവം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. നിങ്ങൾ രണ്ടുപേരും ആ താലെടുത്തോളൂ. വരൂ. വാചാദത്ത മയാകന്യ പുത്രാർത്ഥം. നിശ്ചയത്തിനുള്ള സാരി എടുത്തോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഓം ഹ്രീം ബം ഭദ്രകാളേ നമഃ. ഇനി പോയി നിശ്ചയത്തിനുള്ള സാരി എടുത്ത് വന്നോളൂ. ഇനി നിങ്ങൾ പയ്യന് കൊടുക്കേണ്ടത് കൊടുത്തോളൂ. വേഗം പോയി വസ്ത്രം മാറി വന്നോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഓം ഹ്രീം ബം ഭദ്രകാളേ നമഃ. ഓം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നിങ്ങളും വേഗം വരൂ, സമയാകുന്നു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം. പണിച്ചേട്ടാ, ഇനി മുതൽ നിങ്ങളുടെ മകൾ ഞങ്ങളുടെയും കൂടെ മകളാണ്. നീ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി നിനക്ക് ആക്സിഡന്റ് ആയ ദിവസം തന്നെ ഞാൻ ഫോണിൽ ലൈവ് ട്രാക്കർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിക്രാന്ത്. വിക്രാന്ത്, വിക്രാന്ത്, വിക്രാന്ത്.
ട്രാക്കർ വർക്കാവുന്നില്ലല്ലോ. വിക്രാന്ത്, വിക്രാന്ത്, വിക്രാന്ത്. വിക്രാന്ത്, 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 നീ എന്തായി ചെയ്ത് വിക്രാന്ത്? എടാ മോനെ എനിക്കടാ, നീ എന്താ മോനെ കാണിച്ചേ? എടാ കണ്ണോർക്ക് വിക്രാന്ത്. What the hell? ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഓം ഹ്രീം ബം ഭദ്രകാളേ നമഃ. ചേട്ടാ, ഓർഡർ വരെ കൊടുത്തിരുന്നെങ്കിൽ പോലും ജോഡി ഇത്രത്തോളം മാച്ചാവില്ലായിരുന്നു അല്ലേ? അതെ അതെ, ശരിയാ. പഴമക്കാരുടെ ഭാഷയിൽ അത്യുത്തമം. അപ്പൊ ശരി, നമുക്കിനി മോതിരം മാറ്റൽ ചടങ്ങ് ആരംഭിക്കാം. നീ എന്തേലും ഒന്ന് പറ. ചേട്ടാ, നീ വന്നല്ലേ? എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഏട്ടാ. അവൾ ആരാന്ന് പറയടാ, പറയടാ. അത് പറഞ്ഞാലും എനിക്ക് അവളെ നേടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ ആരാണെന്ന് പറയേ. അവൾ ആരാണെന്ന് ചോദിക്കല്ലേ ചേട്ടാ, എനിക്കിപ്പോ മരിച്ചാ മതി. നീ എന്നോട് എത്ര ചൂടായാലും എത്ര ദേഷ്യപ്പെട്ടാലും അവസാനം എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്.